മുട്ടുവേദന ഇത് നമുക്ക് എല്ലാവർക്കും ഇന്ന് കോമൺ ആയിട്ട് വളരെ സുപരിചിതമായ ഒരു കണ്ടീഷനാണ്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പറയാറുണ്ട്. ഇന്ന് കുട്ടികൾ തൊട്ട് ചെറുപ്പക്കാരിലും പ്രായമായാലും എല്ലാത്തിലും കാണുന്ന ഒരു കണ്ടീഷനാണ് മുട്ടുവേദന എന്നുള്ളത്. പ്രധാനമായും നമ്മുടെ കാലിൻ്റെ മുട്ടിനുണ്ടാവുന്ന വേദനയാണ് നമ്മൾ കൂടുതലായും ഈ ഒരു പേരിൽ അറിയപ്പെടുന്നത്. നമുക്ക് ഈ വീഡിയോയിലൂടെ എന്താണ് മുട്ടുവേദന ഉണ്ടാവാനുള്ള കാരണങ്ങൾ, നമുക്ക് എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം എന്നൊക്കെ നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, QNB ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. കാലിൻ്റെ മുട്ട് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 അസ്ഥികൾ ചേർന്നുണ്ടാവുന്നതാണ്. ഒന്ന് നമ്മുടെ തുടയിൽ താഴെയുള്ള 2 എല്ലുകൾ, അതോടൊപ്പം തന്നെ മുട്ടിൻ്റെ ചിരട്ട അല്ലെങ്കിൽ പറ്റെല്ല കൂടി ചേർന്നതാണ്. ഈ അസ്ഥികളോടൊപ്പം തന്നെ ഈ അസ്ഥികളോട് ചേർന്ന് കിടക്കുന്ന പേശികളുണ്ട്. ഈ അസ്ഥികളെയും പേശികളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ടെൻഡനുകളുണ്ട്. ഇനി അസ്ഥികളെ സ്ഥിരപ്പെടുത്തി നിർത്താൻ വേണ്ടി സഹായിക്കുന്ന ലിഗമെൻറ്റുകളും ഉണ്ട്. ഇനി ഈ അസ്ഥികളുടെ ഇടയിൽ കാണുന്ന ഒരു ഷോക്ക് അബ്സോർബർ പോലെയുള്ള തരുണാസ്ഥികളുണ്ട്. ഇവ ഇങ്ങനെ 2 എല്ലുകൾ കൂട്ടി ഉരസി പോവാതിരിക്കാൻ വേണ്ടി അതിനിടയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഒരു ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ 2 എല്ലുകൾ തമ്മിൽ അടുപ്പിച്ച് നിൽക്കുന്നതല്ല, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ കാണുന്ന ഈ ഒരു ഫ്ലൂയിഡ് ഉണ്ട്, അതിന് നമ്മൾ സൈനോവിൽ ഫ്ലൂയിഡ് എന്നാണ് പറയാം. ഈ ഒരു ക്യാവിറ്റിനെ നമ്മൾ സൈനോവിൽ ക്യാവിറ്റി എന്നാണ് പറയാം. ഇവ എല്ലാവരും കൂടി ചേർന്നതാണ് നമ്മുടെ കാലിൻ്റെ മുട്ട്. അല്ലെങ്കിൽ ബാക്കി പല സ്ഥലത്ത് നമുക്ക് കൈക്ക് മുട്ടുണ്ട്, അല്ലെങ്കിൽ കൈ വിരലുകളുടെ മടക്കുകളുണ്ട്, ഇതൊക്കെയുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് വേദനകൾ പറയുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് നമ്മുടെ കാലിൻ്റെ മുട്ടിൻ്റെ വേദനയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് നോക്കാം. ഇപ്പം ഏറ്റവും ആദ്യം എല്ലാവരും പറയും മുട്ടുവേദനയായിട്ട് നമ്മുടെ അടുത്ത് ഒരാൾ വരുമ്പോൾ തന്നെ നമ്മൾ അവരോട് ആദ്യം നോക്കാറ് അവരുടെ വെയിറ്റാണ്. ഓവർ വെയിറ്റാണ് ഏറ്റവും വലിയൊരു കാരണം. നമ്മുടെ ശരീരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തരുണാസ്ഥിയുണ്ട്, അല്ലെങ്കിൽ ഷോക്ക് അബ്സോർബറായിട്ട് ആക്ട് ചെയ്യുന്ന കാർട്ടിലേജസ് ഉണ്ട്. ഈ ഒരു കാർട്ടിലേജസിന് ഈ നമ്മുടെ ഓവർ വെയിറ്റ് കാരണം ഈ ഒരു പ്രഷർ വരികയും അതിനുണ്ടാവുന്നതായ ചെറിയ തേയ്മാനങ്ങളാണ് നമുക്ക് മുട്ടുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യുക. കൂടുതലും ഈ അമിതവണ്ണമുള്ളവരിൽ കാണുന്ന മുട്ടുവേദനയുടെ കാരണം. അപ്പം നമുക്ക് വേണ്ട വെയിറ്റ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൈറ്റിനോട് പ്രപ്പോർഷണൽ ആയിരിക്കണം. ഇപ്പം 160 നിങ്ങളുടെ 160 സെൻറ്റിമീറ്റർ ആണ് നിങ്ങളുടെ ഉയരമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വെയിറ്റ് എന്ന് പറഞ്ഞാൽ 60 കിലോ ആയിരിക്കണം. അതായത് 160 നിന്ന് 100 കുറയ്ക്കുന്നതായിരിക്കണം. അപ്പോൾ ഈ ഒരു 60 കിലോയാണ് നോർമലി വേണ്ട ഒരാൾ. അപ്പോൾ അതിൽ നിന്നൊരു 15 കിലോ നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ നമ്മുടെ കാൽമുട്ടിന് അത്രയും ഭാരം കൂടുതലാണ്. അപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഒരു സമയത്താണെങ്കിൽ നമ്മുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽമുട്ടിന് ഒരു 4 ഇരട്ടിയായിട്ടാണ് ഫീൽ ചെയ്യുക. നമ്മളിനി ഓടുകയാണെങ്കിൽ അതൊരു 6 ഇരട്ടിയായിട്ടാണ് അവിടെ ഫീൽ ചെയ്യുക. അപ്പം 15 കിലോ ഓവർ വെയിറ്റ് ഉള്ള ഒരാൾക്ക് കാലിൻ്റെ മുട്ടിന് തോന്നുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 60 കിലോ ആയിരിക്കും. അപ്പോൾ അത്രയും അധികം പ്രഷറാണ് നമ്മൾ കാലിൻ്റെ മുട്ടിന് കൊടുക്കുന്നത്. അപ്പോൾ ഓവർ വെയിറ്റ് ആണ് ഏറ്റവും ആദ്യത്തെ ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം തേയ്മാനമാണ്. തേയ്മാനം പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. ഒന്ന്, നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട്. അധികമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഠിനമായ ജോലി ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഭയങ്കരമായിട്ട് ആ ഒരു തേയ്മാനം ഉണ്ടാവാനുള്ളൊരു കാരണങ്ങളായിട്ടുള്ള ഒരുപാടുള്ള യൂസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് നേരം നിൽക്കുന്ന ജോലിക്കാർ, ഒരുപാട് നേരം നടക്കുക ഓടുക പോലെയുള്ള ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാവുന്ന തേയ്മാനമാവും. അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ടെൻഡനോ അല്ലെങ്കിൽ ലിഗമെൻസിനൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ കൊണ്ടുണ്ടാകുന്ന തേയ്മാനമാവും. ഇതാണ് പ്രധാനമായിട്ട് തേയ്മാനത്തിൻ്റെ കേസിൽ വരിക. കൂടുതൽ ആൾക്കാർക്കും ഈ തേയ്മാനമാണ് കൂടുതലും ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ കാരണം. അപ്പോൾ തേയ്മാനം ഉണ്ടാകുന്ന ഒരു കണ്ടീഷൻ ആകുമ്പോൾ ഈ എല്ലുകളുടെ ഇടയിലുള്ള സ്പേസ് കുറയുന്നു, 2 എല്ലുകൾ നമ്മൾ ഉരയാൻ തുടങ്ങുന്നു, അതിൻ്റെ ഭാഗമായിട്ട് വേദന പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ ജനറലി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്നാണ് പറയാറ്. അപ്പം തേയ്മാനവും അതിനോടൊപ്പം തന്നെ അമിതവണ്ണം കൂടി ഉണ്ടെങ്കിൽ വേദന ഇരട്ടിയാവും. ഇനി നമ്മുടെ ജീവിതശൈലിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വ്യായാമം ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് മുട്ടുവേദന ഉണ്ടാവും. നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ അടച്ചിട്ടിരിക്കുന്ന ഒരു റൂം, കുറേ കാലമായിട്ട് അടച്ചിട്ടിരിക്കുന്ന റൂം പോയിട്ട് ഒരു ദിവസം തുറക്കുമ്പോൾ അതിൻ്റെ വിജാഗിരിയിൽ നിന്നൊക്കെ ഓരോ സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാലിൻ്റെ മുട്ടും. നമ്മൾ പ്രത്യേകിച്ച് വ്യായാമം ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ കാലിൻ്റെ ജോയിൻറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റിഫായി പോവുകയും, അപ്പോൾ നമ്മൾ ഒരു ദിവസമൊക്കെ നടക്കാനോ 2-ാമത്തെ ദിവസമൊക്കെ നടക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു പ്രധാനപ്പെട്ട ജോലികളോടൊക്കെ കിടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു മോഷണമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു ജോയിൻ്റ് ആകുമ്പോൾ വേദന ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ വ്യായാമം ഒന്നും ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈലാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. മറ്റൊരു കാരണം ഒരു ചെറിയ ശതമാനം പാരമ്പര്യം പറയാം. പാരമ്പര്യം ഒരു ജെനറ്റിക് ഒരു വളരെ കുറഞ്ഞ ശതമാനമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു പാരമ്പര്യമായിട്ട് നമ്മുടെ ഒരു സെഡൻറ്ററി ലൈഫുള്ള ഒരു ഫാമിലി ആണെങ്കിൽ, നമ്മുടെ മാതാപിതാക്കളും പ്രത്യേകിച്ച് വ്യായാമമൊന്നുമില്ല, അവരുടെ ഒരു ഫുഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞാലും ജങ്ക് ഫുഡ്സും അല്ലെങ്കിൽ കുറച്ചുകൂടെ അമിതവണ്ണമൊക്കെ ആണെങ്കിൽ അതേ ഒരു സ്റ്റൈലായിരിക്കും നമ്മൾ കുട്ടികളും പാലിക്കുക. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ കിട്ടുന്ന ഒരു പാരമ്പര്യം നമുക്ക് മുട്ടുവേദനയ്ക്ക് ഭാവിയിൽ ഉണ്ടാവാനുള്ളൊരു കാരണമായി മാറുന്നുണ്ട്. ഈ കാരണങ്ങളോടൊപ്പം തന്നെ നമ്മൾ പോഷകക്കുറവ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വേണ്ട രീതിയിൽ കാൽസ്യം, ഫോസ്ഫറസ് ഒന്നും ഇല്ലാതെ വരികയും അത് നമ്മുടെ എല്ലുകളുടെ അല്ലെങ്കിൽ നമ്മുടെ പേശികളുടെയൊക്കെ ബലത്തിന് കുറയാൻ കാരണമാകും. നോർമലി ഒരാൾക്ക് നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് ഒരു 30 വയസ്സ് വരെയാണ് നമ്മുടെ എല്ലിൻ്റെ ഉള്ളിൽ മജ്ജ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ടൈമിൽ നല്ലപോലെ കാൽസ്യവും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം. എങ്കിൽ മാത്രമേ കൃത്യമാണ് അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ള എല്ലുകളുടെ കോശങ്ങൾക്ക് ഉണ്ടാവാൻ പറ്റുള്ളൂ.
അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ വലുതാകുമ്പോൾ അല്ലെങ്കിൽ മുതിർന്നവരാകുമ്പോഴും നമുക്ക് ആ എല്ലുകൾക്കൊക്കെ ബലം ഉണ്ടാവുള്ളൂ. നമ്മൾ അങ്ങനെ ഒരു പോഷകക്കുറവായിട്ടാണ് നമ്മൾ വളരുന്നതെങ്കിൽ അത് നമ്മുടെ എല്ലുകൾ വീക്ക് ആവാൻ കാരണം. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ജോയിൻറ്റ് ബ്രേക്ക് ആവുകയും അതുപോലെ തന്നെ എല്ലുകൾക്ക് തേയ്മാനം വരികയും അത് നമുക്ക് മുട്ടുവേദന ഉണ്ടാവാൻ കാരണമാവും. അതോടൊപ്പം തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അധികം കലോറി അടങ്ങിയ ഭക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ്, അധികം മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കുന്നതെങ്കിൽ, ഇപ്പോൾ കഫീൻ അല്ലെങ്കിൽ കോഫി, ഒരുപാട് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെയാണ് നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരിക്കലും കാൽസ്യം അബ്സോർബ് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി വരികയും അത് നമുക്ക് മുട്ടുവേദനയ്ക്ക് കാരണമാവും. അതോടൊപ്പം തന്നെ നമ്മൾ വെയിലൊന്നും കൊള്ളുന്നില്ല, കൂടുതലും ഇൻഡോർ ആക്ടിവിറ്റീസ് ആണെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വരികയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി വരികയും അങ്ങനെയും നമുക്ക് എല്ലുകൾക്ക് തേയ്മാനം വരാം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ കാരണങ്ങളൊന്നും കൂടാതെ തന്നെ ഹൈപ്പോ തൈറോയിഡിസം അല്ലെങ്കിൽ തൈറോയിഡ് കംപ്ലയിൻസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു കാൽസ്യം മെറ്റബോളിസം കൃത്യമായി നടക്കത്തില്ല. അതിൻ്റെ ഭാഗമായിട്ടും അവർക്ക് പെട്ടെന്ന് തേയ്മാനം പ്രസൻറ്റ് ചെയ്യാറുണ്ട്. സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ അർത്ഥവിരാമത്തോടു കൂടി അവരുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ ലെവൽ കുറയുകയും ഈസ്ട്രോജൻ ഹോർമോൺ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് കാൽസ്യം മെറ്റബോളിസം കൃത്യമായി നടക്കാതെ വരികയും അതിൻ്റെ ഭാഗമായിട്ടും അവർക്ക് മുട്ടുവേദനയോ അല്ലെങ്കിൽ മറ്റ് ജോയിൻറ്റ് പെയിൻസ് ഒക്കെ പറയാറുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇനി ഇത് കൂടാതെ തന്നെ എന്തെങ്കിലും സ്റ്റീറോയിഡ്സ് ഒക്കെ എടുത്തതിൻ്റെ ഭാഗമായിട്ട് തേയ്മാനം വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെയാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ കാലിൻ്റെ മുട്ടിന് വേദന പറയാറ്. ഇത് കൂടാതെ കൂടുതൽ ആൾക്കാർക്കും പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിക്കുകൾ പറ്റുന്നുണ്ട്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ വീഴുന്നതോ അല്ലെങ്കിൽ ചെറിയ ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട്, ഇപ്പോൾ സ്പോർട്സ് കളിക്കുന്നവരാണെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറി ഉണ്ട്, അത് നമ്മൾ അന്ന് വേണ്ട രീതിയിൽ റെസ്റ്റ് എടുക്കില്ല, അത് വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യാതെ പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ഏരിയയിലായിരിക്കും നമുക്ക് പെട്ടെന്ന് തന്നെ വേദന അനുഭവപ്പെടുക. അല്ലെങ്കിൽ നമുക്ക് തേയ്മാനം വരുമ്പോൾ ആ ഒരു ഏരിയ തന്നെയാണ് ഏറ്റവും ആദ്യം ബാധിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പിന്നീട് അല്ലെങ്കിൽ കുറച്ച് ഏജ്ഡ് ആവുന്ന സമയത്ത് മുട്ടുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായും മുട്ടുവേദനയുടെ കാരണങ്ങൾ. ഇപ്പോൾ മുട്ടുവേദന ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു, കുറച്ച് മുതിർന്നവർ മാത്രമല്ല ഇന്ന് കുട്ടികൾ വരെ അതിനെക്കുറിച്ച് കംപ്ലയിൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ മുട്ടുവേദന എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ഒരു മുട്ടിനുണ്ടാവുന്ന പെയിൻ ആയിരിക്കില്ല, അവർക്ക് ഇപ്പോൾ ഒരു റെഫേർഡ് പെയിൻ ആയിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. റെഫേർഡ് പെയിൻ എന്ന് പറയുമ്പോൾ അവർക്ക് നടുവിനുണ്ടാവുന്ന നീർക്കെട്ടുകളൊക്കെ ആയിരിക്കും അവർ മുട്ടിലേക്ക് വന്നിട്ട് അത് റേഡിയേറ്റ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു വേദനയായിട്ട് പറയാം. അപ്പം കുട്ടികൾക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ മുട്ടിന് എക്സ്റേ എടുക്കുന്നതിനോടൊപ്പം അല്ലെങ്കിൽ ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നടുവിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടോ എന്ന് നോക്കേണ്ടതാണ്. ഇനി ഒരു ടീനേജ് ആ ഒരു ഏജിലൊക്കെ അല്ലെങ്കിൽ 10-25 വയസ്സൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ മുട്ടുവേദന പറഞ്ഞാൽ കൂടുതലും കോൺട്രോമലേഷ്യ പെറ്റല്ല എന്ന് പറയുന്ന കണ്ടീഷനാണ്. അതായത് മുട്ടിൻ്റെ ചിരട്ടയുടെ താഴെ കാണുന്ന തരുണാസ്ഥിക്ക് ഉണ്ടാവുന്ന തേയ്മാനം കൊണ്ടാണ്. ഇനി കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ മുട്ടുവേദന പറയുന്നതെങ്കിൽ അത് കൂടുതലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അല്ലെങ്കിൽ എല്ലുകൾക്ക് ഉണ്ടാകുന്ന തേയ്മാനം കാരണം ഉണ്ടാവുന്ന മുട്ടുവേദനയാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മുട്ടുവേദന ഉണ്ടാകുന്ന കാരണങ്ങൾ. ഇനിയിപ്പോൾ മുട്ടുവേദന എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ലക്ഷണങ്ങൾ പറയേണ്ടതില്ല. അവർക്ക് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ട്, സ്റ്റെപ്പ് ഇറങ്ങാൻ ബുദ്ധിമുട്ട്, വെയിറ്റ് എടുക്കാൻ ബുദ്ധിമുട്ട്, നടക്കാൻ ബുദ്ധിമുട്ട്, ഭയങ്കര ക്ഷീണം, അതുകൊണ്ട് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിനെയൊക്കെ ബാധിക്കുന്നു. ഈ ഒരു വേദന സഹിച്ച് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവർക്ക് അവർ മെൻ്റലി ഭയങ്കര സ്ട്രെസ് ഉണ്ടാവുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട്. ഈ ഒരു ലക്ഷണങ്ങളോടൊപ്പം നമ്മളതിനെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. മാനേജ്മെൻറ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും മുട്ടുവേദന എന്ന് പറയുമ്പോൾ കുറേ എക്സ്റ്റേണൽ ആയിട്ട് കുറേ എണ്ണയോ തൈലമോ ഒക്കെ തേച്ച് അല്ലെങ്കിൽ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ വെച്ച് മാനേജ് ചെയ്യാനാണ് ഏറ്റവും ആദ്യം ആൾക്കാർ നോക്കുക. അല്ലെങ്കിൽ അവർ നേരെ പെയിൻ കില്ലേഴ്സ് മേടിച്ച് കഴിക്കാൻ വേണ്ടി നോക്കും. അപ്പോൾ നമ്മൾ തന്നെ മാനേജ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ദോഷഫലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട് തേയ്മാനം തുടങ്ങിയിട്ട് 1-2 വർഷത്തിനുള്ളിലാണ് മാക്സിമം അതിൻ്റെ ആ ഒരു ഡീജനറേഷൻ നടക്കുക. അതായത് മാക്സിമം ആ ഒരു സമയത്താണ് തേയ്മാനം നടക്കുക. ആ ഒരു ടൈമിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ പോവുകയും ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് നമ്മളൊരു ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കത് ട്രീറ്റ് ചെയ്യുന്നത് വളരെ പാടാണ്, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നടക്കുകയും നമുക്കതൊരു കംപ്ലീറ്റ് ക്യൂർ കിട്ടില്ല. അതേസമയം നമ്മളൊരു മുട്ടുവേദന ഫസ്റ്റ് തുടങ്ങുന്ന സമയം തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി പെയിൻ കില്ലേഴ്സ് മേടിച്ച് കഴിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ നമ്മൾ മുട്ടുവേദനയ്ക്ക് വേണ്ടി പെയിൻ കില്ലർ കഴിച്ചാൽ ചിലപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ചിലപ്പോൾ വേദന കുറയുന്നു വരും. പക്ഷേ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ കിഡ്നിയാണ് അപകടത്തിലേക്ക് പോകുന്നത്. പെയിൻ കില്ലർ അധികമായി കഴിക്കുമ്പോൾ കിഡ്നീനെ ബാധിക്കുകയും അത് മറ്റ് രോഗങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പം ഈ 2 ശീലം ആദ്യം നിർത്തിയിട്ട് എപ്പോഴും തുടക്കത്തിൽ തന്നെ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക. ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ ഡോക്ടർ ആദ്യം തന്നെ ബ്ലഡും മറ്റ് എക്സ്റേ പോലെയുള്ള ടെസ്റ്റുകളെല്ലാം ചെയ്യും. എന്താണ് യഥാർത്ഥ കാരണമെന്ന് തിരിച്ചറിയും. ഇപ്പോൾ അമിതവണ്ണമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ മുട്ടുവേദനയ്ക്ക് വേണ്ടി പെയിൻ കില്ലർ കഴിക്കുകയാണെങ്കിൽ അവിടെ യാതൊരു കാര്യം കിട്ടാൻ പോകുന്നില്ല. അപ്പം എന്താണ് അതിലെ കോസ്? ഇപ്പോൾ അമിതവണ്ണമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് ഒരു 10% കുറയ്ക്കുകയാണെങ്കിൽ തന്നെ മുട്ടുവേദന നല്ല രീതിയിൽ കുറയുന്നത് കാണാം. അപ്പോൾ എപ്പോഴും ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നോക്കുക. നമ്മുടെ ഹൈറ്റിനനുസരിച്ച് തന്നെ ബോഡി വെയിറ്റ് റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ വേദന കുറയ്ക്കാൻ പറ്റും. ഇനി ഒരുപാട് പേരുടെ സംശയമാണ് ഈ മുട്ടുവേദനയുള്ളവർക്ക് വ്യായാമം ചെയ്യാൻ പറ്റുമെന്ന്. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതികഠിനമായൊരു മുട്ടുവേദന അല്ലെങ്കിൽ അതികഠിനമായ ജോയിൻറ്റ് പെയിൻസ് ആണ് നിങ്ങൾക്കെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് ഒരു വേദന കുറയുന്ന ഒരു മൈൽഡ് ഫോമിലോട്ട് ആവുന്ന രീതിയിലോട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അതിനുശേഷം വലിയ വേദനയൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വ്യായാമം ചെയ്യാവുന്നതാണ്. പക്ഷേ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായൊരു വാമപ്പ് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. നിങ്ങൾ ആദ്യം തന്നെ പോയി എക്സസൈസിലോട്ട് കിടക്കാതെ ചെറിയ രീതിയിൽ ബോഡിയിലോട്ട് ഒരു വാമപ്പ് കൊടുക്കുക.
എന്നിട്ട് ചെറിയ ചെറിയ വാമപ്പൊക്കെ ചെയ്ത് ചെറിയ സ്ട്രെച്ചിങ് എക്സസൈസ് ഒക്കെ വെച്ച് തുടങ്ങുക. അപ്പം നിങ്ങൾ വ്യായാമത്തിലോട് കിടക്കാൻ പോവുകയാണെന്ന് നിങ്ങളുടെ ശരീരത്തിനെയും മനസ്സിനെയും ആദ്യം തന്നെ ഒന്ന് പഠിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ വ്യായാമത്തിലോട് കിടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ജോയിൻറ്റ് പെയിൻ കൂടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മുട്ട് വേദനയുള്ള ആൾക്കാർ ഇപ്പോൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേദന കൂടുന്ന സമയത്ത് അത് വേദന വെച്ചോണ്ട് പിന്നെയും എക്സസൈസ് ചെയ്യരുത്. ഇപ്പം നിങ്ങൾക്ക് 1 മണിക്കൂർ നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് മുട്ടുവേദന തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ നടക്കുക, വൈകിട്ട് ഒരു അരമണിക്കൂർ നടക്കുക. അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു മണിക്കൂർ എക്സസൈസ് കിട്ടുകയും ചെയ്യും, മുട്ടുവേദന ഉണ്ടാവുകയില്ല. അപ്പം നിങ്ങൾ എപ്പോഴും വ്യായാമം ചെയ്യുക എന്ന് പറയുമ്പോൾ വലിയ വെയിറ്റ് ബിയറിങ് എക്സസൈസ് അല്ല, നമുക്ക് നടത്താം. ഏറ്റവും നല്ലൊരു എക്സസൈസാണ് മുട്ടുവേദനയുള്ളവർക്ക്. അപ്പം നടക്കുമ്പോൾ നിങ്ങൾ നിരപ്പായ സ്ഥലത്ത്, അതായത് ഒരുപാട് ചരലോ കല്ലോ ഇല്ലാതെ നിരപ്പായ സ്ഥലത്തോട് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതോടൊപ്പം തന്നെ ഇങ്ങനെ വ്യായാമമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം സ്റ്റെപ്പ് കയറി ഇറങ്ങുക അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുക എന്നുള്ള ജോലികളൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് എക്സസൈസുകൾ നിങ്ങൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി നോക്കുക. ഇപ്പോൾ സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അപ്പം നമുക്ക് റെസ്റ്റ് എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളുണ്ടാവും, അല്ലാത്ത ജോലികളുണ്ടാവും. അപ്പോൾ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കത് ഇരുന്നുകൊണ്ടും ചെയ്യാം, നിന്നുകൊണ്ടും ചെയ്യാം. ഇപ്പം മുട്ടുവേദനയോ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളുള്ളവരാണെങ്കിൽ മാക്സിമം അത് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ആ കാലിനുണ്ടാകുന്ന സ്ട്രെയിൻ കുറച്ചുകൂടി കുറയ്ക്കുന്നതായിട്ട് കാണാം. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില എക്സസൈസുകൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമതായിട്ട് നമ്മളൊരു ചെയറിലോ അല്ലെങ്കിൽ ഒരു ടേബിളിലോ ഹോൾഡ് ചെയ്യുക. എന്നിട്ടൊരു ഇമാജിനറി ചെയറിൽ ഇരിക്കും പോലെ നമ്മൾ മുട്ട് മടങ്ങിയിരിക്കുക. അതായത് സാങ്കല്പികമായിട്ട് ഒരു കസേരയിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക. ഒരു 10 സെക്കൻഡ് അങ്ങനെ തന്നെ ഇരിക്കുക, പിന്നെ എണീക്കുക. പിന്നെ അങ്ങനെ അതൊരു 10 തവണയെങ്കിലും ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ആയിട്ട് 10 തവണയെങ്കിലും, ഒരു 10 മുതൽ 15 തവണയെങ്കിലും ഒരു ദിവസമെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മുട്ടുവേദന കുറച്ച് കുറയുന്നതായിട്ട് കാണാം. ഇനി രണ്ടാമത്തെ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞാൽ സീറ്റഡ് നീ എക്സസൈസ് ആണ്. അതായത് നിങ്ങൾ ഒരു ചെയറിൽ നിവർന്നിരിക്കുക, എന്നിട്ട് കാലിൻ്റെ മുട്ട് തൂക്കിയിട്ടിരിക്കുകയായിരിക്കും. ആ ഒരു സ്റ്റേജിൽ നിന്ന് പതുക്കെ പൊക്കുക, പതുക്കെ ആ ഒരു മുട്ടിൻ്റെ നേരെ ലെവലിലേക്ക് കൊണ്ടുവരിക, പതുക്കെ ബാക്കോട്ട് തൂക്കിയിടുക. അങ്ങനെ മുട്ടിനൊരു മുൻപോട്ടും ബാക്കോട്ടും ഉണ്ടാകുന്ന ഒരു മൂവ്മെൻറ്റ് കൊടുക്കുക. കുറച്ച് നേരം സ്ട്രെയിറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യുക അതിനിടയിൽ. ഇങ്ങനെ ഒരു 10 മുതൽ 15 തവണ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി മൂന്നാമത്തെയാണ് ഹീൽ റൈസിങ് എക്സസൈസ്. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മുൻപിലുള്ള ഒരു ചെയറിൽ ഹോൾഡ് ചെയ്ത് നിവർന്ന് നിൽക്കുക. ഇങ്ങനെ നിന്നതിന് ശേഷം കാൽ വിരലിൽ കുത്തി പൊങ്ങുക. പൊങ്ങിയിട്ട് ഒരു 5 മുതൽ 10 സെക്കൻഡ് വരെ അങ്ങനെ പൊങ്ങി നിൽക്കുക. പിന്നെ പതുക്കെ ഫ്ലോറിലേക്ക് ടച്ച് ചെയ്യുക. ഇങ്ങനെ ഇതൊരു 10 മുതൽ 15 തവണ റിപ്പീറ്റ് ചെയ്യുന്നതും നിങ്ങൾക്ക് മുട്ടുവേദന ഒരു പരിധി വരെ കുറയാൻ വേണ്ടി സഹായിക്കും. ഇനി നാലാമത്തെ ഒരു എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എപ്പോഴും റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ബെഡിൽ കാല് നിവർത്തി വെച്ച് കിടക്കുക. ഈ മുട്ടിൻ്റെ അടിയിൽ, ഏത് മുട്ടിനാണോ നിങ്ങൾക്ക് വേദന ആ മുട്ടിൻ്റെ അടിയിൽ നിങ്ങൾ പില്ലോ വെക്കുക. എന്നിട്ട് ഈ പില്ലോയിലേക്ക് മാക്സിമം നിങ്ങളുടെ ആ മുട്ടിൻ്റെ ഏരിയയിലുള്ള ബലം മുഴുവൻ കൊടുക്കുക. അങ്ങനെ ഒരു 5 സെക്കൻഡ് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിക്കുക, വീണ്ടും റിലാക്സ് ചെയ്യിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടിന് ചുറ്റുമുള്ള പേശികൾക്ക് ഉണ്ടാകുന്ന ഒരു സ്ട്രെങ്ത് കൂടുന്നതാണ്. അപ്പം അങ്ങനെ പേശികൾക്ക് സ്ട്രെങ്ത് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോയിൻസിന് വളരെ സപ്പോർട്ട് കൊടുക്കുകയും അതൊരു പരിധിവരെ മുട്ടുവേദന കുറയുന്നതായിട്ട് കാണാം. ഈ പറഞ്ഞ രീതിയിലുള്ള വ്യായാമങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. മറ്റൊരാളുടെ സഹായം കൂടാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിലും ചെറിയ നിയന്ത്രണം വരുത്തുക. ഈ നിങ്ങൾ അമിതമായിട്ട് ജങ്ക് ഫുഡ്സ് അല്ലെങ്കിൽ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടാക്കും. മധുരം അധികമായി കഴിക്കുന്നവരാണെങ്കിൽ ആ ഒരു ശീലം, അല്ലെങ്കിൽ ഒരുപാട് പ്രോസസ്ഡ് ഭക്ഷണങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ, ഹോട്ടൽ ഭക്ഷണങ്ങളാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അത് കുറയ്ക്കുക. മാക്സിമം ഒരു പച്ചക്കറിയിലോട്ടോ ഫ്രൂട്ട്സിലോട്ടോ അല്ലെങ്കിൽ പ്രോട്ടീനിലോട്ട് മാത്രമായിട്ട് ഭക്ഷണം കുറയ്ക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ വെയിറ്റ് കുറയും. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ മുട്ടുവേദന കുറയുന്നതായിട്ട് കാണാം. ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിൻ കുറയും. ഒരിക്കലും സ്വയം ചികിത്സിക്കാതിരിക്കുക, എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക. ഇനി ഇതോടൊപ്പം തന്നെ കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതിനായിട്ട് നിങ്ങൾക്ക് മുട്ട, പാല്, തൈര്, ചീസ്, പനീർ ഇവയൊക്കെ കഴിക്കാം. അതോടൊപ്പം തന്നെ ഇലക്കറികളിൽ ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ട്സിലാണെങ്കിലും മൾബറി, പപ്പായ, പേരയ്ക്ക പോലെയുള്ള ഫ്രൂട്ട്സിലും കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചെറിയ മത്സ്യങ്ങൾ, നട്ട്സ്, നിലക്കടല, വൻപയർ ഇതിലൊക്കെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇവയൊക്കെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാൽസ്യം ഡെഫിഷ്യൻസി ഒരു പരിധി വരെ കുറയ്ക്കാം. അതോടൊപ്പം തന്നെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതിനുവേണ്ടി നിങ്ങൾക്ക് അവോക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ടി കഴിക്കാം, നട്ട്സ് കഴിക്കാം, ആൽമണ്ട്, വാൽനട്ട് ഇവയൊക്കെ കഴിക്കാം. ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കാം, നെത്തോലി, മത്തി പോലെയുള്ള, അയല പോലെയുള്ള മത്സ്യങ്ങൾ കഴിക്കാം. ഒലിവ് ഓയിൽ കഴിക്കാം. നിങ്ങൾക്ക് സാലഡൊക്കെ ആയി കഴിക്കുന്നവരാണെങ്കിൽ ഒലിവ് ഓയിൽ കൂടി കഴിക്കുകയാണെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് കിട്ടും. അത് നിങ്ങൾക്ക് ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നീർക്കെട്ട് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ഇതോടൊപ്പം തന്നെ നമ്മൾ മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കുർക്കുമിൻ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. അതും നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കും. അപ്പോൾ നിങ്ങൾ നെല്ലിക്കൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരാണെങ്കിൽ ഒരു നുള്ളു മഞ്ഞപ്പൊടി അതിനകത്ത് ആഡ് ചെയ്ത് കഴിക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മഞ്ഞൾ എത്തുകയും അതുവഴി നമുക്ക് ഒരു പരിധി വരെ കുർക്കുമിൻ്റെ ആശം കൊണ്ട് ഒരു മുട്ടുവേദനയൊക്കെ കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവയൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, നല്ലപോലെ വെള്ളം കുടിക്കുക, സൂര്യപ്രകാശം ഒരു 10 മണി മുതൽ 1 മണി വരെയുള്ള വെയിൽ ഒരു 10 മിനിറ്റെങ്കിലും കൊള്ളുക, കൃത്യമായൊരു ഉറക്കം കൂടി ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ വക കംപ്ലയിൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്വയം ചികിത്സിക്കാതെ എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് നേടാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി.